السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. تعصي النبي وأنت تظهر حبه هذا لعمري في القياس بديع. لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. വേദിയിലും ഈ മഹത്തായ വിജ്ഞാന സദസ്സിലും വന്നുചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, പണ്ഡിതന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, സഹോദരീ സഹോദരന്മാരെ, അർഹമർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഈ കാഞ്ഞങ്ങാട് പ്രദേശത്ത് വന്ന് നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണാനും അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനും അവസരവും സന്ദർഭവും ഒരുക്കിത്തന്ന സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അർഹമർ റഹീമീനായ നാഥൻ നമ്മുടെ ഈ സംഗമം നാളെ പരലോകത്ത് ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുകയും അല്ലാഹു പൊരുത്തപ്പെടുന്ന മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കാരണമാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി
ദുആ ചെയ്യുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ചു വരുന്ന ആദർശ സമ്മേളനങ്ങളുടെ രണ്ടാമത്തെ സമ്മേളനമാണ് ഇന്ന് ഇവിടെ സമാപിക്കാൻ പോകുന്നത്. ലോകത്ത് മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ നന്മകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിയുക്തരായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശദീകരണങ്ങളിലൂടെ, വ്യാഖ്യാനങ്ങളിലൂടെ ഈ ലോകത്ത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ നിലനിൽക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് KNM നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് നാമെല്ലാം ഇന്ന് നിലകൊള്ളുന്ന ഇസ്ലാം ദീൻ എന്ന വലിയ അനുഗ്രഹമാണ്. ഏറ്റവും വലിയ ഒരു നിഅമത്തായിട്ടാണ് അല്ലാഹു ഈ ദീനിനെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഈ നിഅമത്ത് ലോകത്തുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം, അവരെ മാത്രം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല അവതരിപ്പിച്ചു തന്ന ദീനല്ല. മറിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ പാകത്തിൽ ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായ സർവ്വ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന നിലക്കുള്ള നിയമനിർദ്ദേശങ്ങൾ മാത്രമാണ് അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമിൽ ഉള്ളത്. ആ ദീനല്ലാത്ത ഒരു ദീനൊരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന് പരലോകത്ത് മോക്ഷമില്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ഒരു വർഗീയതയല്ല, ഒരു പരമമായ സത്യം മാത്രമാണ്. കാരണം ഇസ്ലാം ദീൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹു എന്ന് പറയുന്ന ആ മഹത്തായ ശക്തി ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളുടെ മാത്രം റബ്ബല്ല. അല്ലാഹു ഈ ലോകത്തിന്റെ മുഴുവൻ റബ്ബാണ്, ലോകരുടെ മുഴുവൻ റബ്ബാണ്. അതല്ലേ പ്രിയപ്പെട്ട സഹോദര, ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ തുടക്കത്തിലെ സൂറത്തുൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും അല്ലാഹുവിന് തന്നെ, സർവസ്തുതികളും അല്ലാഹുവിനാണ്. ആരാണ് അല്ലാഹു? അവൻ റബ്ബിൽ ആലമീൻ. മുസ്ലിമീങ്ങളുടെ റബ്ബെന്നല്ല, അറബികളുടെ റബ്ബെന്നല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തിലേക്കോ ഒരു നാട്ടിലേക്കോ ചേർത്തുകൊണ്ട്, ഒരു വിഭാഗത്തിലേക്ക് ചേർത്തുകൊണ്ട് അവരുടെ റബ്ബാണെന്നുമല്ല അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്.